സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോം ഇൻവെസ്റ്റ്മെന്റ് കരാർ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച പുതിയ ഉത്തരവിറക്കുന്നതിൽ അവ്യക്തത. ടീകോമിന് നഷ്ടപരിഹാരം എന്നത് മാറ്റി ഓഹരി വിലയെന്ന് ഉൾപ്പെടുത്തുന്നതിലെ സർക്കാരിന്റെ താൽപര്യക്കുറവും ടീകോമിന്റെ സമ്മർദ്ദവുമാണ് പുതിയ ഉത്തരവ് വൈകിപ്പിക്കുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതി പാതിവഴിയിലാക്കിയ ടീകോം ഇൻവെസ്റ്റ്മെന്റിന് നഷ്ടപരിഹാര തുക നൽകാനുള്ള നീക്കം വലിയ വിമർശനങ്ങൾക്കിടയാക്കുമ്പോഴും സർക്കാർ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങളെക്കാൾ വൻകിട കമ്പനികളുടെ താൽപര്യങ്ങളെ മാത്രം സംരക്ഷിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ ഉത്തരവിറക്കുന്നതിലെ കാലതാമസം. വിമർശനങ്ങൾ തണുപ്പിക്കാൻ ടീകോമിന് നൽകുന്നത് ഓഹരി വിലയെന്ന് ആവർത്തിക്കുമ്പോഴും ഇത് ഉൾപ്പെടുത്തി പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കിയേക്കില്ല. നഷ്ടപരിഹാരം എന്ന നിലയിലേക്ക് എത്തുമ്പോൾ നിക്ഷേപ തുകയേക്കാൾ കൂടുതൽ തുക സർക്കാർ ടീകോമിന് നൽകേണ്ടി വരും. വലിയ ബാധ്യതയുണ്ടാക്കുന്ന ഇത്തരം നീക്കം ടീകോമിന്റെ താല്പര്യം മാത്രം സംരക്ഷിക്കാനാണ്. നിലവിലെ ഉത്തരവിനെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിട്ടില്ല, പുതിയത് ഇറക്കുമെന്ന് വ്യക്തമാക്കുന്നുമില്ല. പദ്ധതി അവതാളത്തിലാക്കിയ ടീകോമാണ് കരാർ ലംഘനം നടത്തിയതെങ്കിലും സർക്കാരിന്റേതാണ് വീഴ്ചകളെന്ന വ്യാഖ്യാനമാണ് നിലവിലെ ഉത്തരവുണ്ടാക്കുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സർക്കാരിന് 16% ഓഹരിയും ടീകോമിന് 84% ഓഹരിയുമാണുള്ളത്. 100 കോടിയോളം രൂപയാണ് ടീകോമിന് കൊടുക്കേണ്ടി വരികയെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. എന്നാൽ നഷ്ടപരിഹാരം എന്ന നിലയിൽ ഇത് വൻതോതിൽ വർദ്ധിക്കും. ജനം, കൊച്ചി.